നമസ്കാരം. പുതുനാമ്പുകൾ പുത്തൻ പ്രതീക്ഷകളാണ്. മനസ്സിന് ഉണർവേകുന്നതാണ്. ശരീരത്തിന് ഉന്മേഷദായകവുമാണ്. പറഞ്ഞു വന്നത് ചായയെക്കുറിച്ചാണ്. തേയിലയുടെ പുതിയ നാമ്പുകൾ നുള്ളിയാണ് നമ്മൾ ചായപ്പൊടി തയ്യാറാക്കുന്നത്. കട്ടൻ ചായ, പാൽ ചായ, ഗ്രീൻ ടീ, ലൈം ടീ തുടങ്ങി നിരവധി തരം ചായകൾ കുടിക്കാറുള്ളവരാണ് നാം. ഈ ആഴ്ചത്തെ കാർഷിക മലനാടിൽ നമ്മൾ കാണുന്നത് തേയില കൃഷിയെക്കുറിച്ചാണ്. വാക്കിൽ നിന്നാണ് ചായ എന്ന പേരിന്റെ ഉദ്ഭവം. ഒരിക്കൽ ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻനുങ് കാട്ടിൽ വേട്ടയ്ക്ക് പോയി. അവിടെ വെച്ച് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയും തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ വീഴുകയും ആ വെള്ളം തവിട്ടു നിറത്തിലാവുകയും ചെയ്തു. ഈ വെള്ളം കുടിച്ച ചക്രവർത്തി കൂടുതൽ ഉന്മേഷവാനായി. അങ്ങനെയാണ് തേയില കണ്ടുപിടിച്ചത് എന്നാണ് ഐതിഹ്യം. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ തേയില ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. 1820കളുടെ തുടക്കത്തിലാണ് നമ്മുടെ രാജ്യത്ത് തേയില ഉൽപാദനം ആരംഭിച്ചത്. കേരളത്തിൽ പ്രധാനമായും തേയില കൃഷി ചെയ്യുന്നത് ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. വയനാടൻ മലഞ്ചെരിവുകളും കാലാവസ്ഥയും തേയിലയ്ക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഒട്ടേറെ തേയിലത്തോട്ടങ്ങളുമുണ്ട്. നിരവധി ചെറുകിട കർഷകരും അവരുടെ തോട്ടങ്ങളുമുണ്ട്. ഏകദേശം ഒരു 1995 കാലഘട്ടത്തിന് ശേഷമാണ് വയനാട്ടിലെ നെന്മേനി, അതുപോലെ തന്നെ അമ്പലവയൽ, ചീരായിൽ, തോമാട്ടുചാൽ ഭാഗങ്ങളിൽ ചെറുകിട മേഖലയിൽ തേയില കൃഷി തുടങ്ങിയത്. 1/2 ഏക്കർ മുതൽ 1-2 അതുപോലെ തന്നെ 5 ഏക്കർ വരെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. അതിന് പ്രധാന കാരണം അന്നത്തെ കാലത്ത് കാപ്പി, കുരുമുളകൊക്കെ വിലക്കുറവായിരുന്നു. അപ്പോൾ കൃഷിക്കാർ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മടുത്തുപോയി. പകരം എന്ന് ചിന്തിച്ചപ്പോൾ തേയിലയ്ക്ക് തമിഴ്നാട്ടിൽ നല്ല വില കിട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഭാഗത്തും ഇത് ചെയ്തുകൂടാ എന്ന ചിന്തയുടെ ഭാഗമായിക്കൊണ്ടാണ് അന്നത്തെ കൃഷിക്കാർ, ഈ ചെറുകിട കൃഷിക്കാരൊക്കെ തേയില മേഖലയിലേക്ക് കടന്നു വന്നത്. ആ സമയത്ത് തേയില കൃഷി ലാഭകരമായിരുന്നു, നല്ല ലാഭകരമായിരുന്നു. കാരണം തേയിലയുടെ വില 15 മുതൽ മേലോട്ടായിരുന്നു. കൂലിച്ചെലവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള കൂലി 30 രൂപ, 40 രൂപ, 60 രൂപ വരെ മാക്സിമം കൂലിയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ തേയിലയ്ക്ക് നന്നായിട്ട് വില കിട്ടും, കൂലിച്ചെലവ് കുറവാണ്, വളത്തിന് വില കുറവാണ്, അതുപോലെ തന്നെ മരുന്നുകൾക്ക്, തേയിലയ്ക്ക് അടിക്കുന്ന മരുന്നുകൾക്കൊക്കെ വില കുറവാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടൊരു സമയമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ തേയിലയ്ക്ക് സ്വാഭാവികമായിട്ട് വിലക്കുറവ് സംഭവിച്ചു. ഞാൻ ഷാജി, 20 വർഷത്തോളമായി തേയില കൃഷി ചെയ്തു വരുന്നു. മുൻപ് ഈ കൃഷിയിടത്തിൽ കാപ്പിയും കുരുമുളകുമായിരുന്നു. അപ്പോൾ തേയില കൃഷിയിലേക്ക് ഒരു താല്പര്യം തോന്നിക്കൊണ്ട് തേയിലയിലേക്ക് വരികയും കാപ്പി നശിപ്പിച്ചുകൊണ്ടാണ് നമ്മളന്ന് ഇതിലേക്ക് ഇറങ്ങിയത്. ചെറുകിട തേയില കർഷകർക്കിടയിൽ ഇന്ന് ചില പ്രതിസന്ധികളുമുണ്ട്. ഈ കാലഘട്ടത്തിൽ തേയിലയ്ക്ക് സ്വാഭാവികമായിട്ട് വിലക്കുറവ് സംഭവിച്ചു. പിന്നെ വളത്തിന് വില കൂടി, മറ്റുള്ള രാസമരുന്നുകൾക്കൊക്കെ വില കൂടി. അതിനുശേഷം തേയിലയ്ക്ക് വളരെയധികം വിലയിടുകയും ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും തൊഴിലാളികൾക്ക് വേതനം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കർഷകന് ഒന്നും നീക്കിയിരിപ്പില്ലാത്ത ഒരു സ്ഥിതിയിലാണ് തേയില കൃഷി ഇന്ന് കടന്നു പോകുന്നത്. നിരവധി തൊഴിലാളികളുടെ തൊഴിൽ മേഖല കൂടിയാണ് തേയില കൃഷി. ഇതോടനുബന്ധിച്ച് ജീവിക്കുന്ന ഒത്തിരി കൃഷിക്കാർ, തൊഴിലാളികളുണ്ട്. തേയില കൃഷി ചപ്പെടുക്കുന്ന കുറേ തൊഴിലാളികൾ എനിക്കറിയാം. അവരൊക്കെ തന്നെ വളരെ പ്രതിസന്ധിയിലാവും. എസ്റ്റേറ്റ് പണിയൊന്നുമില്ലാത്ത കുറേ പണിക്കാർ. ആ മേഖലയിൽ തന്നെ പുതിയ പണിക്കാർ ഇനി വരാത്ത ഒരു സ്ഥിതിയും കൂടി ഉണ്ട്. കുറേ ആളുകൾ, പഴയ ആളുകളാണ് ഇപ്പോൾ ചപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ, അവർക്ക് ഈ തേയില കൃഷി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ കൃഷി, അവരുടെ കൂലി അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കാർഷിക മേഖലയിൽ ഈ തേയില കൃഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തേയില കൃഷിയിലേക്ക് കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ടീ ബോർഡിൻ്റെ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഈ കൃഷി കൂടുതൽ സജീവമാക്കുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം എന്നാണ് ഒരു തേയില കർഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ചെറുകിട കർഷകർ ചേർന്ന് നിർമ്മിച്ച ഒരു ഫാക്ടറി പരിചയപ്പെടാം. വയനാട് ഗ്രീൻ ടീ ഫാക്ടറി. ഇത് സ്ഥിതി ചെയ്യുന്നത് കരടിപ്പാറയിലാണ്.
ഞങ്ങൾ ചെറുകിട കൃഷിക്കാർ 219 പേര് കൂടിയിട്ടാണ് ഇവിടെ ഈ ഫാക്ടറിക്ക് തുടക്കം. 2007 ഞങ്ങൾ തീരെ തേയിലക്ക് വിലയില്ലാത്തൊരു സമയം വന്നു. അപ്പോൾ ഞങ്ങൾ ടീ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ആസാമിലേക്ക് പോകണം, ഞങ്ങൾ അതിനുള്ള എല്ലാ ടൂറും ഞങ്ങൾ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ടീ ബോർഡ് തന്നെ ഞങ്ങളെ ആസാമിൽ പറഞ്ഞയച്ച് ചെറുകിട കൃഷിക്കാരും അവരെ തേയില എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെന്ത് വില കിട്ടുന്നുണ്ട് എന്നെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു അവിടുന്ന്. അത് പഠിച്ചു കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് 2008 ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ കണ്ട് ഇതിന് 2012 തുടങ്ങി വെച്ച് ഞങ്ങൾ കൃഷിക്കാരെല്ലാവരും കൂടി 1/2 ഏക്കർ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ. ഇത് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിലും നമ്മൾ എന്തെങ്കിലും നോക്കാം, നമ്മളെ തേയിലക്ക് ഒരു വില കിട്ടുമല്ലോ, നമുക്കതിനു വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക്കിലേക്കാണ് ആദ്യം തന്നെ ഞങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ ഇൻഡോസെറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 3 കൊല്ലം നിങ്ങൾ പ്രവർത്തിക്ക് ഞങ്ങൾ വന്ന് നോക്കണം, തോട്ടങ്ങളും എല്ലാം നോക്കണം. അതിൻ്റെ കൂടെ 4ാമത്തെ കൊല്ലത്തിലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംഗീകാരം കിട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ എത്ര കൊല്ലമായാലും വേണ്ട, ഞങ്ങൾ ഓർഗാനിക്കിലേക്ക് പോകാം, വിഷാംശം ഞങ്ങളെ പറമ്പിലേക്ക് കയറ്റൂല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്ന് 2013 പിന്നെ നബാർഡ് ആണ് ഞങ്ങൾ പല ബാങ്കിനും ഞങ്ങൾ സമീപിച്ചു, ഒരാളും ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ല. അങ്ങനെ നബാർഡിൽ ചെന്നപ്പോഴാണ് നിങ്ങൾക്ക് 3 കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാം. അപ്പോൾ ഞങ്ങൾ 2000 മുതൽക്ക് തേയില സംഘം ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പണം സഹായിക്കാമെന്ന് പറഞ്ഞ് 48 ലക്ഷം റുപ്യ അവർ സഹായിച്ചു തന്നു. ഞങ്ങൾ വിചാരിച്ചത് 1 ലക്ഷം കൊണ്ട് 72 ലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം തീരുന്ന ഉദ്ദേശിച്ച്, വിചാരിച്ച പോലെ ഞങ്ങൾക്കിത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ സാമ്പത്തിക ബാധ്യത കൂടുക ചെയ്ത്. എങ്കിലും 2017 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ആയി. 2018 ഉദ്ഘാടനം കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾക്കുള്ള പ്രശ്നം, പുറത്തേക്ക് മദ്രാസിലേക്ക് കുറച്ച് ദിവസം ഞങ്ങളെ പൊടി പോയിരുന്നു. അവിടെ മഴ വന്നിട്ട് കൊണ്ടുപോകുന്ന ആൾക്കുള്ള പൈസയൊക്കെ അവിടെ കുടുങ്ങി ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെയായി. പല ചാൻസും ഞങ്ങൾ നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നു, കണ്ണൂരിൽ നിന്ന് മെഡിക്കൽ വിഭാഗം വന്നിട്ട് ഞങ്ങളെ തേയില പരിശോധിച്ചു. അവർ കുറേശ്ശൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ല നിലയ്ക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് കൊറോണൻ്റെ പ്രശ്നം വന്നു. അത് വന്നതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി. ബാങ്കിന് അടക്കേണ്ട പണം അടക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെല്ലാം കൂടി ബുദ്ധിമുട്ടി. എങ്കിലും ഞങ്ങൾ എന്തു തന്നെ വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഒരു വിധം ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സാധ്യത ആയിട്ടുണ്ട്. എന്നാൽ കൃഷിക്കാരനും തന്നെ ഈ ഓർഗാനിക് പറയുമ്പോൾ എല്ലാവരും വരുന്നില്ല. ഒന്നാമത് ഞങ്ങളെ സാധനം ഇവിടെ ഒന്നും വിറ്റ് പോകുന്നില്ല. വിറ്റ് പോകാത്തതിന് കാരണമുണ്ട്. ഞങ്ങൾ ഓർഗാനിക്കാണ്. 1 കിലോ ഇലക്ക് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് 100 റുപ്യ 80 റുപ്യ കണ്ടിട്ടാണ് 1 കിലോ വില ഞങ്ങൾ കൊടുത്തത്. അതേ സമയത്ത് മറ്റുള്ള പ്രൈവറ്റ് ഇതിൽ ഈ വിഷാംശം കലർന്നത് 12-13 രൂപയാണ് 1 കിലോന്. അതാണ് ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ത്രീ കൂടിയ 8 കിലോ 10 കിലോ എടുക്കുകയുള്ളൂ, അതിൻ്റെ മേലെ എടുക്കാൻ കഴിയില്ല. അവരെ കൂലിയും മറ്റ് ചിലവ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ വിലക്ക് ഇത് നമ്മളതൊട്ട് വിൽക്കാനും കഴിയില്ല. ഓർഗാനിക്കാണല്ലോ. മാർക്കറ്റിൽ വില കുറച്ച് ഗ്രീൻ ടീ കിട്ടും. ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്താണ് ഈ ഗ്രീൻ ടീയിലുള്ള വ്യത്യാസങ്ങൾ എന്ന്. അത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അത് അറിയുന്ന ആളുകൾ ഞങ്ങളെ സാധനം മേടിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ മാർക്കറ്റ് കിട്ടുന്ന ഈ വിഷാംശം കലർന്നാണ് അവർ വാങ്ങുന്നത്. ഞങ്ങൾക്ക് അതിനൊന്നും എതിര് പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള അവർ നമ്മൾ ക്ലിയറായിട്ട് ഒരേപോലെ ഞങ്ങൾ ഓർഗാനിക്കലേ ചെയ്യൂ,
അത് വാങ്ങുന്നവർ വാങ്ങട്ടെ, നഷ്ടം വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കുള്ള സഹായങ്ങൾ നബാർഡിൻ്റെ ഉണ്ടാകലുണ്ട്, ഈ ടീ ബോർഡിൻ്റെ ഉണ്ടാകലുണ്ട്. അവരൊക്കെ സഹായം കൊണ്ടുമാണ് ഞങ്ങളെ കൃഷിക്കാർക്ക് തേയില എടുക്കാനുള്ള മെഷീനും കാര്യമൊക്കെ ടീ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യവും കൂടി ഞങ്ങൾക്കുണ്ട്. വിചാരിച്ച പോലെ ഞങ്ങൾക്കിത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ സാമ്പത്തിക ബാധ്യത കൂടുക ചെയ്തത്. എങ്കിലും 2017 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ആയി. 2018 ഉദ്ഘാടനം കഴിച്ചു. പഴയകാലത്ത് തേയിലയ്ക്ക് അത്യാവശ്യം വില കിട്ടിയിരുന്നു, എന്നാൽ ഇക്കാലത്ത് വില കിട്ടുന്നില്ല. അപ്പോഴാണ് ഞങ്ങളൊരു ഫാക്ടറിയെക്കുറിച്ച് ചിന്തിച്ചത്. ടീ ബോർഡ് പറഞ്ഞു ഒരു ഫാക്ടറി ഇട്ടോളൂ, അതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ടീ ബോർഡിൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ നബാർഡിൻ്റെ സഹായത്തോടും കൂടിയിട്ട് ഈ 2 സൊസൈറ്റികളും ചേർന്ന് കരടിപ്പാറ ഒരു ജൈവ ഫാക്ടറിക്ക്, ഗ്രീൻ ടീ ഫാക്ടറിക്ക് രൂപം കൊടുക്കുകയും ഇപ്പോൾ അതിൽ പ്രോസസ്സിങ് നടന്നു വരികയാണ്. അപ്പോൾ സാധാരണ തേയിലയ്ക്ക് ലഭിക്കുന്ന വിലയേക്കാളും കൂടുതൽ വില നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. സാധാരണ തേയിലയ്ക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ച വില എന്ന് പറഞ്ഞാൽ 13.50 അതിൻ്റെ മുമ്പത്തെ മാസം കുറച്ച് ഒരു 15 രൂപയിലേക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ 13.50 കഴിഞ്ഞ മാസം കിട്ടിയ വില. പക്ഷേ ഞങ്ങൾ ഈ ജൈവ തോട്ടങ്ങളിൽ നിന്ന് എടുക്കുന്ന തേയിലയ്ക്ക് കൊടുക്കുന്ന വില 2 ഇലയും തിരിയുമാണ് എടുക്കുന്നത്. അതിന് കൊടുക്കുന്ന വില 100 രൂപ, 80 രൂപ മുതൽ 100 രൂപ വരെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആളുകൾ ജൈവ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഇതുപോലുള്ള ഫാക്ടറികൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ ഫാക്ടറികൾ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. തികച്ചും വിഷരഹിതമായ തേയില സംഭരിച്ചാണ് ഇവർ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ കരടിപ്പാറയിൽ ഞങ്ങൾ നെന്മേരി പഞ്ചായത്തിലെ കരടിപ്പാറയിൽ ഞങ്ങളൊരു ഫാക്ടറി നടത്തി വരുന്നു. അത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ ജൈവ കൃഷിയെ നന്നായി കൊണ്ടുവരാനും ജൈവ കൃഷി രീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത തേയില സംസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികളെ ഒരു വിധത്തിൽ തരണം ചെയ്തുകൊണ്ട് ഇവർ ഓർഗാനിക് ചായ എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അത് അറിയുന്ന ആളുകൾ ഞങ്ങളെ സാധനം മേടിക്കുന്നുണ്ട്, അല്ലാത്തവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ മാർക്കറ്റ് കിട്ടുന്ന ഈ വിഷാംശം കലർന്നാണ് അവർ വാങ്ങുന്നത്. ഞങ്ങൾക്ക് അതിനൊന്നും എതിര് പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള അവർ നമ്മൾ ക്ലിയറായിട്ട് ഒരേപോലെ ഞങ്ങൾ ഓർഗാനിക്കലേ ചെയ്യൂ, അത് വാങ്ങുന്നവർ വാങ്ങട്ടെ, നഷ്ടം വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കുള്ള സഹായങ്ങൾ നബാർഡിൻ്റെ ഉണ്ടാകലുണ്ട്, ഈ ടീ ബോർഡിൻ്റെ ഉണ്ടാകലുണ്ട്. അവരൊക്കെ സഹായം കൊണ്ടുമാണ് ഞങ്ങളെ കൃഷിക്കാർക്ക് തേയില എടുക്കാനുള്ള മെഷീനും കാര്യമൊക്കെ ടീ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യവും കൂടി ഞങ്ങൾക്കുണ്ട്. ഇനി ഞങ്ങൾക്ക് കാര്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധയും കൂടി ഞങ്ങളെ കാര്യത്തിൽ. കാര്യം തേയില കൃഷി എന്ന് പറയുന്നത് കമ്പനികളാണ്, വലിയ കമ്പനികളാണ്. ഞങ്ങൾ കമ്പനിയല്ല, ഞങ്ങൾ കമ്പനി ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. വയനാട് ഗ്രീൻ ടീ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യുന്നത് ഓർഗാനിക് ടീ ആണ്. ഓർഗാനിക് തോട്ടങ്ങളിൽ നിന്നും സംഭരിക്കുന്ന 2 ഇലയും തിരിയും, അതായത് കേവലം 7 ദിവസം മാത്രം വളർച്ച വന്ന കൊളുന്ത് മാത്രമാണ് ഗ്രീൻ ടീയായും ഓർത്തഡോക്സ് ടീയായും ഇവിടെ സംസ്കരിച്ചെടുക്കുന്നത്. ശുദ്ധമായ ഗ്രീൻ ടീയും ഓർത്തഡോക്സ് ടീയുമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കാർഷിക മേഖലയിൽ ഒട്ടുമിക്കവരും രാസവള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഒരു മാതൃകയാവുകയാണ് വയനാട് ഗ്രീൻ ടീ ഫാക്ടറി. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഇവർക്കുണ്ടാകട്ടെ. പുതിയതാം പുലരികൾ പാട്ടുമൂളട്ടെ, പുതിയതാം നാമ്പുകൾ തലയുയർത്തട്ടെ. പുതിയ നാമ്പുകൾ തലയുയർത്തി പുതിയ പ്രതീക്ഷകളേകാൻ തേയില കൃഷിക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കാർഷിക മലനാട് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.